ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും രഞ്ജു സ്മാർട്ടി മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സിനെ കുറിച്ചാണ്. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഡിജിറ്റൽ ചാനലുകളുടെ സഹായത്തോടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഒക്കെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച ഒരാൾക്ക് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ബിസിനസ് അത് നല്ല രീതിയിൽ മറ്റുള്ളവരിൽ ഫലപ്രദമായ രീതിയിൽ എത്തിക്കാൻ വേണ്ടി സാധിക്കും. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ചാനൽസ് അതായത് സോഷ്യൽ മീഡിയാസ്, ഇമെയിൽസ്, സെർച്ച് എൻജിൻ ഇതെല്ലാം വഴി ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊരു സ്കിൽ ബേസ്ഡ് പ്രോഗ്രാമാണ്. അതായത് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് എത്രത്തോളം കാണിക്കാൻ പറ്റുന്നോ അത്രത്തോളം ആ ബിസിനസ് ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. ഇത്തരം പ്രോഡക്റ്റോ സേവനങ്ങളോ ഒക്കെ നിങ്ങൾക്ക് എത്രമാത്രം ആളുകളിലേക്ക് അട്രാക്റ്റീവായ രീതിയിൽ എത്തിക്കാൻ കഴിയുന്നോ അവിടെയാണ് നിങ്ങളുടെ കഴിവുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കഴിവ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. വളരെയധികം തൊഴിൽ സാധ്യതകളുള്ള ഒരു കോഴ്സാണിത്. +2 കഴിഞ്ഞ ആർക്ക് വേണമെങ്കിലും പഠിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഇനി നമുക്ക് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ നോക്കാം. ഈ കോഴ്സ് നിങ്ങൾക്ക് പലതരത്തിൽ ചെയ്യാവുന്നതാണ്. അതായത് ഷോർട്ട് ടേം കോഴ്സ് ഉണ്ട്, സർട്ടിഫിക്കേഷൻ കോഴ്സ് ഉണ്ട്, ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. ഷോർട്ട് ടേം കോഴ്സ് എന്ന് പറയുന്നത് 1 മാസം മുതൽ 3 മാസം വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. ഏകദേശം ഒരു 5000 രൂപ മുതൽ 20,000 രൂപ വരെയൊക്കെയാണ് ഫീസൊക്കെ വരുന്നത്. അത് ഓരോ സ്ഥാപനങ്ങളെ ആശ്രയിച്ചിരിക്കും. ഇത് സർട്ടിഫിക്കേഷൻ കോഴ്സാണ്. സർട്ടിഫിക്കേഷൻ കോഴ്സ് എന്ന് പറയുന്നത് 3 to 6 മന്ത് ഉണ്ടാവും. 20,000 രൂപ മുതൽ 50,000 രൂപയോളം ഫീസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് ഡിപ്ലോമ കോഴ്സാണ്. 6 month to 12 month, അതായത് ഏകദേശം 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന കോഴ്സായിരിക്കും. അതുപോലെ തന്നെ ഒരു 50,000 മുതൽ ഒരു 1.5 ലക്ഷം രൂപ വരെയൊക്കെ ഫീസ് പ്രതീക്ഷിക്കാം. ഇതൊക്കെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന സ്ഥാപനത്തെ ആശ്രയിച്ചിരിക്കും. കൂടാതെ തന്നെ ഫൗണ്ടേഷൻ കോഴ്സുകളും സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളും അഡ്വാൻസ്ഡ് കോഴ്സുകളും ഡിഗ്രി ലെവൽ കോഴ്സുകളും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചില കോഴ്സുകളും കൂടി നോക്കാം. SEO സ്പെഷ്യലിസ്റ്റ് കോഴ്സ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കോഴ്സ്, കോണ്ടന്റ് മാർക്കറ്റിംഗ് കോഴ്സ്, PPC അഡ്വർടൈസിംഗ് കോഴ്സ്, ഡിജിറ്റൽ അനലറ്റിക്സ് കോഴ്സ്, ഇങ്ങനെ പലതരത്തിലുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. ഈ കോഴ്സിന് ശേഷം നിങ്ങൾക്കുള്ള തൊഴിലവസരങ്ങളും കൂടി നോക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, SEO എക്സ്പേർട്ട്, സോഷ്യൽ മീഡിയ മാനേജർ, കണ്ടന്റ് മാർക്കറ്റർ, PPC സ്പെഷ്യലിസ്റ്റ്, ഡിജിറ്റൽ അനലിസ്റ്റ്, മാർക്കറ്റിംഗ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനർ, ഇങ്ങനെ ധാരാളം തൊഴിലവസരങ്ങളും നിങ്ങൾക്കുണ്ട്. ഈ കോഴ്സിൻ്റെ ഏറ്റവും നല്ല ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇന്ത്യക്ക് അകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതകളുള്ള ഒരു കോഴ്സ് തന്നെയാണ്. നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് അത്രയധികം സാലറി മേടിക്കാനും പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഏത് കോഴ്സ് പഠിക്കുകയാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിനെക്കുറിച്ച് നല്ല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തുക. മുന്നേ പഠിച്ചവരോടൊക്കെ ചോദിക്കുക, സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് മാത്രം അഡ്മിഷൻ എടുക്കുക. പഠിച്ചിറങ്ങുന്ന നല്ല സ്റ്റുഡൻസിനെ നേരിട്ട് റിക്രൂട്ട് ചെയ്യുന്ന നല്ല കമ്പനികൾ ഉണ്ടാകും. അങ്ങനെയുള്ള റിക്രൂട്ട്മെൻ്റ് ഒക്കെ നടക്കുന്ന സ്ഥാപനങ്ങളാണോ എന്ന് നിങ്ങൾ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. സ്ഥാപനത്തിൻ്റെ സർട്ടിഫിക്കറ്റിന് വലിയ വാല്യൂ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുക കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ പ്ലേസ്മെൻ്റ് ഒക്കെ നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ടാവും. അത്തരം സ്ഥാപനങ്ങളൊക്കെ കണ്ടുപിടിച്ച് ചേരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.